ഞാനൊരു അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും ചോദിച്ച് ചെയ്യുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജ് ലൈഫിൽ എന്തൊക്കെയൊക്കെ ഉണ്ടാവും, നമ്മുടെ സ്കൂൾ ലൈഫിൽ ഉണ്ടാവും, നമ്മൾ അതൊക്കെ അച്ഛനും അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാട്ടോ. ഞാൻ പറയാറുണ്ട്, ബെസ്റ്റ് ഒരു ഫ്രണ്ട് ഇല്ലെങ്കിൽ പോലും കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കൂടെ ഇരിക്കുന്ന കുട്ടികളടുത്തൊക്കെ ഡിസിഷൻ ചോദിച്ചിട്ടാട്ടോ, അത് ഒന്ന് പറയട്ടെ എന്താ ചെയ്യുക ഇങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. എന്ത് കാര്യങ്ങളും ഇനിയിപ്പം അച്ഛനോടത്ത് അമ്മയടുത്താണെങ്കിലും എപ്പോഴും ഞാൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഭയങ്കരമായിട്ട് കരഞ്ഞ് അത് അച്ഛനോട് ചോദിച്ചു. അപ്പൊ അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ട്, ഇഷിനി എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കണത്, നീ ഒന്നത് ചെയ്യേ, അല്ലെങ്കിൽ നിനക്ക് പറ്റുന്ന പോലെ പറ, അങ്ങനെ പറഞ്ഞു വിടാറുണ്ട് കേട്ടോ. പലപ്പോഴും എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാറില്ല. എന്തൊരു കാര്യം വന്നാലും അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഭയങ്കരമായിട്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഞാൻ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആട്ടോ. കാരണം സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ സ്വന്തമായിട്ട് സ്വന്തം ഇമോഷൻ ഹാൻഡിൽ ചെയ്യാനോ പറ്റാത്ത ഒരു ക്യാരക്ടർ ആട്ടോ. അപ്പം അങ്ങനെ ഇരിക്കാട്ടോ എൻ്റെ ലൈഫിൽ മാരേജ് ലൈഫൊക്കെ വന്നിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഗൾഫുകാരനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആണല്ലോ നമ്മൾ കല്യാണ ജീവിതത്തിലേക്ക് പോകണം. പക്ഷെ ഞാൻ ഒരിക്കലും അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലൈഫിൽ ഞാൻ തനിച്ചാണ് എല്ലാ കാര്യം ചെയ്യേണ്ടതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമല്ലോ. ഇതൊക്കെ ഞാനൊരു എന്താ പറയണ്ട, ഒരു വലിയ ലിസ്റ്റ് പോലെ പ്രബന്ധം പോലെ ഞാൻ വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും കേട്ടോ ആൾക്ക്. അതത് വായിക്കും. പക്ഷെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പിനിടയിൽ നമ്മൾ എന്ത് പറയുമ്പോഴും അവരത് ചിലപ്പം ആക്സെപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ കേൾക്കുമ്പം അവർക്ക് ചിലപ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് ഫീൽ ചെയ്താലും ആളത് കേട്ടിട്ട് ഒന്ന് സ്മൈൽ ചെയ്യും, അല്ലെങ്കിൽ ആണോ അങ്ങനെയാണോ ഇങ്ങനെ പറഞ്ഞിട്ട് നിർത്തുന്നല്ലാതെ ആ ഒരു കാര്യത്തിനെ വലിയ രീതിയിൽ ആളെടുത്തിട്ട് സംസാരിക്കാറൊന്നുമില്ല കേട്ടോ. അത് ഞാനൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് അന്നും കാണാറ് ഇന്നും കാണാറ്. അന്നും അദ്ദേഹം തന്നെ ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒരു മറുപടി വന്നാൽ വേണ്ട ഇതൊന്നും പറയണ്ട എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ കാര്യം കേട്ടാൽ മതി. കാരണം അതിനെപ്പറ്റി ആളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഞാനൊരു ഇഷ്ടമില്ലാത്ത ഒരാളെ പറ്റി അല്ലെങ്കിൽ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതാ പറഞ്ഞെങ്കിൽ പോലും അത് ആള് അതിനെ വേറൊരു രീതിയിൽ പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. കാരണം ആൾ കേട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടിരിക്കും. അപ്പം നമ്മളെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇവരോടത്ത് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് തിരിച്ചറിയുന്നില്ല അവരെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാന്നുള്ളത്. നമ്മളെല്ലാവരും എന്തൊരു പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇമോഷണലി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും എന്തായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഇന്നേ വരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോഴും ഒരിക്കലും അദ്ദേഹം എൻ്റെ അടുത്ത് നോ എന്നെ വെറുപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ പിന്നെ മുന്നേ ഉള്ള ലൈഫിൽ അച്ഛനോടും അമ്മയോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും അവരോട് പറയുന്ന സമയത്ത് അവർ പറയാറുണ്ട്, ഇപ്പം എൻ്റെ അച്ഛനമ്മ എടുത്ത് പറയുന്ന സമയത്ത് അച്ഛനമ്മ പറയാറുണ്ട്, നീ തന്നെ ചിന്തിക്കും, നീ തന്നെ പ്രവർത്തിക്കും, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫിൻ്റെ, ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യം വന്നിട്ട് വെറുപ്പിക്കലേ ജീവന എന്നിങ്ങനെ പറയാറുണ്ട് കേട്ടോ. കാരണം അപ്പോൾ ഭയങ്കര ദേഷ്യം വരും. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് നമുക്ക് വളരെ ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നും. കണ്ട എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ അറിയുന്നില്ല, ഇങ്ങനെയൊക്കെ കേട്ടോ. ഇത് ദൈവത്തോട് തന്നെ പറയും, കണ്ട നീ എനിക്കൊരു നല്ലൊരു ഇത് തന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക്. പക്ഷേ അതിൽ ഞാൻ തിരിച്ചറിയുന്നില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്ത് പറയുമ്പോൾ അത് അവരെ വെറുപ്പിക്കുകയാണ്. അവരെയും കൂടെ നമ്മളുടെ അടുത്ത് അടുത്ത് നിൽക്കുന്ന ആൾക്കാരും കൂടി നമ്മളിത് വിട്ടു പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നല്ലൊരു ഫ്രണ്ടിലാണെങ്കിൽ നമ്മുടെ ബെസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ പരാതികളും പരിഭവങ്ങളും പറയാം, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ. അവർക്ക് അല്ലെങ്കിൽ അവനത് കേട്ട് കേട്ട് മടുക്കും. കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് ഇതേ പറയാനുള്ളൂ, ഇവരുടെ നിന്ന് മാറിപ്പോയാൽ മതി. ചില സമയം ഒരു പൊട്ടി തെറിച്ചെന്ന് വരാം, നീ എന്താ ഇങ്ങനെ എപ്പോഴും ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇതൊന്നും കേൾക്കാൻ വയ്യ, എനിക്ക് തന്നെ നൂറൂട്ടം പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും, അവരുടെ അടുത്ത് ദേഷ്യം തോന്നും. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, എന്നെ കണ്ട എന്നെ മനസ്സിലാക്കണില്ല, എന്നെ അറിയുന്നില്ല എന്നൊക്കെ. പിന്നീടാണ് എനിക്ക് റിയലൈസ് ആയത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറയണതെല്ലാം അദ്ദേഹം കേൾക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സൈലൻസ് ആയിട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒന്ന് തിരിച്ചൊന്നും പറയില്ല കേട്ടോ. ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പിന്നീടാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ഞാൻ എന്തിനിങ്ങനെ. അപ്പോഴേക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ കുറച്ച് സമയമാകുമ്പോൾ വന്നു കേട്ടോ. ആളുടെ ഭാഗത്തു നിന്ന് ഒരു മൂളലോ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതിനെപ്പറ്റി ഡീപ്പായിട്ടൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ. കാരണം അദ്ദേഹത്തിന് ഞാൻ പറയുന്ന ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല. കാരണം എൻ്റെ ഇമോഷൻസ് ആണ്. അത് എനിക്ക് മാത്രമേ അത് വലിയ കാര്യമായിട്ട് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അവർ നമ്മളടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് അത്രയും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അത് നോർമലാണ് മനുഷ്യന്മാരുടെ ഇടയിൽ. പക്ഷെ അവരിൽ നിന്നും നമുക്കൊരു സൊല്യൂഷൻ വേണമെന്ന് വെച്ച് നടന്നാൽ അത് ലഭിക്കാനേ പോകുന്നില്ല. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ മെസ്സേജ് ഒന്നും അയക്കൽ നിർത്തിയപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇമോഷൻസ് ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങളത് ചിലപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അത് കേട്ടെന്ന് വരും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെന്ന് വരും. അതിന് ചെറിയ രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞ് നിർത്തുമായിരിക്കാം. പക്ഷെ അതായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് എനിക്കത് മനസ്സിലായി. കാരണം എൻ്റെ ഇമോഷൻസ് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് തോന്നിയ ഇമോഷൻസിനെ ഞാൻ തന്നെ എന്നോട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഏതെങ്കിലും ഒരു വ്യക്തിയോട് തോന്നിയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് റീസൺ ആയിരിക്കാം, അത് ഞാൻ എന്നോട് സംസാരിക്കുക. അതിൽ എത്ര ശരികളുണ്ട് എത്ര തെറ്റുകളുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിക്കുക. എനിക്കത് കരഞ്ഞ്
പറഞ്ഞിട്ടാണ് തീർക്കാൻ പറ്റിയെങ്കിൽ ഞാനത് ഇരുന്ന് കരഞ്ഞ് തീർക്കാം, അല്ലെങ്കിൽ എനിക്കത് എഴുതിയാണ് തീർക്കാൻ പറ്റുന്നെങ്കിൽ ഞാനത് എഴുതി തീർക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ ഇമോഷൻസ്, എനിക്കുള്ളിൽ തോന്നുന്ന ഇമോഷൻസ്, പ്രത്യേകിച്ച് നമുക്ക് സന്തോഷമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി സന്തോഷിച്ച് കാണിക്കും എല്ലാവർക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഭയങ്കര വേദന തോന്നുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും ഓടി നടന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ നമ്മളോട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തരവാദിത്തം കേട്ടോ. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരോട് പറയുമ്പോൾ ചിന്തിക്കാവുന്ന ഒരേ ഒരു കാര്യമാണ്, അവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മളിത് കേൾക്കുന്നത്. അവരൊരു കേൾവി മാത്രമാണ്, അവരത് അനുഭവിക്കുന്ന ഒരു ഇമോഷൻ അല്ല. അതുകൊണ്ട് തന്നെ അവർ കേൾക്കുകയുള്ളൂ. അപ്പോൾ അവരടുത്ത് എന്നും പോയി പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് accept ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് പോവാം, ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കാം. പക്ഷെ എന്നും ഇത് തന്നെ എനിക്ക് കേട്ട് മടുത്തു എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. അപ്പോൾ നമ്മളത് ഒരുപാട് വിഷമിപ്പിക്കും. കാരണം നമ്മുടെ വിഷമം ഉണ്ടാവും, അതിൻ്റെ കൂടെ അവരുടെ റിയാക്ഷനും കൂടെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടേതാണെന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇത് വളരെ വലിയൊരു പാടാട്ടോ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. ഇന്ന് ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഇമോഷൻസും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുള്ള വേദന അല്ലെങ്കിൽ ആ പ്രയാസത്തെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ ശീലിക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെറുതാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളൊക്കെ വലുതായിരിക്കും, ചെറുതാവില്ല. അപ്പോൾ നിങ്ങൾക്കത് ചെറുതായി അത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാര്യമായി മാറണമെങ്കിൽ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഒരാളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ നമ്മുടെ എന്ത് കാര്യമായി കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത്. അതിൻ്റെ എന്ത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ഇമോഷൻസിനെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാത്ത ഒത്തിരി പേരുണ്ടാവാം, അല്ലെങ്കിൽ ഇത് മനസ്സിലായിട്ട് അതേപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.